ഫ്രണ്ട്സ്, ലോക സമസ്ത സുഖിനോ ഭവന്തു. ഒരു പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യാൻ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇത് കാർഡ് നമ്പർ 1, ഇത് കാർഡ് നമ്പർ 2 ആൻഡ് ദിസ് ഇസ് കാർഡ് നമ്പർ 3. എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. സോ കാർഡ് നമ്പർ 1 എന്ന് പറയുന്നത് ഇതാണ് വയ്ക്കുന്നത്. കാർഡ് നമ്പർ 2 എന്ന് പറയുന്ന ഈ ഒരു ഇയർ റിംഗ് വയ്ക്കുന്നു. കാർഡ് നമ്പർ 3 എന്ന് പറയുമ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് വയ്ക്കുന്നു. ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ കാർഡ് നമ്പർ 1ൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. കാർഡ് നമ്പർ 1ൻ്റെ മെസ്സേജ് എന്താണ്? ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, 9 ഓഫ് സോർട്സ്, എല്ലാം തകർന്ന് എല്ലാം നശിച്ച പോലത്തെ ഒരു ഇതെന്താണ്, ബാക്കിൽ നിന്ന് പിന്നെ ഇന്ന് കുത്തിയ പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. കരയണത് കുഴപ്പമൊന്നുമില്ല, ഒരു വിഷമം വരുമ്പോൾ കരയും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വിഷമം വരാത്തൊരു ലൈഫൊന്നുമല്ല. എല്ലാ മനുഷ്യർക്കും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പുറത്ത് വരിക. അങ്ങനെ കരഞ്ഞാൽ പോലും കണ്ണീര് മാറുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരിക. നിങ്ങൾക്ക് ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി ഐ സറണ്ടർ ടു ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങളുടെ ഗൈഡൻസ് മെസ്സേജ് എന്ന് പറയുന്നത് പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ. ഒരു പേഴ്സണൽ ഇഷ്യൂ എന്ന് പറയുന്നത് അതിന് പരിഹാരം ഉണ്ടാവാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അത് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ചെയ്തോളും. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെ പ്രാർത്ഥിച്ച് വിശ്വസിച്ച്, ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക. കാർഡ് നമ്പർ 2ൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് പിശുക്കൊക്കെ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് വലിയ കുഴപ്പമില്ല, എന്നാലും കുറച്ച് ചാരിറ്റിയൊക്കെ പറ്റുമെങ്കിൽ തീരെ അസുഖമുള്ളവർക്കോ അല്ലെങ്കിൽ തീരെ മരുന്ന് വാങ്ങിക്കാൻ നിവർത്തിയില്ലാത്ത രോഗികൾക്കോ അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാത്തവർക്കോ വേണ്ടി പറ്റുമെങ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് ഗൈഡൻസിൻ്റെ ആവശ്യമില്ല. പിശുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചാൽ മതി. നല്ല സാമ്പത്തികമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ദൈവത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുള്ളൂ. കാർഡ് നമ്പർ 3യുടെ മെസ്സേജ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് സോർട്സ് ആണ്. ക്യൂൻ ഓഫ് സോർട്സിനും ഗൈഡൻസിൻ്റെ ആവശ്യം വലുതായിട്ട് വരുന്നില്ല. വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, കാരണം നിങ്ങൾ അത്രയും നിങ്ങൾ അനുഭവിച്ചത് കൊണ്ടായിരിക്കുമല്ലോ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പോയേക്കുന്നത്. നിങ്ങളുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ. ഇപ്പോൾ നടക്കുന്നത് മാത്രമായിട്ട് കാണരുത്, ഒരു ഹോൾ പിക്ചറായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താണ്, പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി. ബൈ. ഓക്കെ, കാർഡ് നമ്പർ 1 ഉള്ളവർ ഐ സറണ്ടർ ടു ഡിവൈൻ എന്ന് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.